അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകുന്ന മധുരക്കിഴങ്ങില്ലേ, അപ്പോൾ ആ മധുരക്കിഴങ്ങിൻ്റെ ഗുണങ്ങളും അതുപോലെ തന്നെ നമുക്ക് മധുരക്കിഴങ്ങ് എങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ നട്ട് വളർത്താം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ മധുരക്കിഴങ്ങിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമുക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ഒക്കെ ഏറ്റവും ഉത്തമമായതാണ് കേട്ടോ ഈ മധുരക്കിഴങ്ങ് കഴിക്കുന്നത്. അപ്പം ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും കടകളിൽ നിന്ന് വാങ്ങുന്നതാണ് കാണാറുള്ളത്. കാരണം പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കുറേ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കുന്നതായിരുന്നു ഈ മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇത് എങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ നട്ട് പെട്ടെന്ന് വളർത്തിയെടുക്കുക എന്നുള്ളതും അതുപോലെ തന്നെ നമുക്കിത് കഴിച്ചാലുണ്ടാകുന്ന ഗുണങ്ങളും നമുക്ക് ഏത് രീതിയിൽ കഴിക്കാം എന്നുള്ളതൊക്കെയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ മധുരക്കിഴങ്ങ് നടാൻ പോകുന്നത്. അപ്പം ഓവർ എന്താ പറയുക, കൂടുതൽ വെയിലില്ലാത്ത എന്താ പറയുക അത്യാവശ്യം വെയിൽ കിട്ടുന്നൊരു സ്ഥലമാണിത്. അപ്പം ഇത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതേ ഉള്ളൂ. കുറച്ച് മുന്നേ പറിച്ച് വെച്ചതാണ് പറമ്പിൽ നിന്ന് അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇത് ഫ്രഷ് അല്ല, ഒരു 2-3 ദിവസം മുന്നേ പറിച്ചതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ മധുരക്കിഴങ്ങിൻ്റെ വള്ളി. ഈ പറമ്പിൽ കംപ്ലീറ്റ് നമ്മൾ ഒരുവിധം ഏരിയയിലൊക്കെ മധുരക്കിഴങ്ങ് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം കുറേയൊക്കെ നമ്മൾ പറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് ആ പറിച്ചതിൻ്റെ വള്ളി ഇങ്ങനെ ജസ്റ്റ് ഇവിടെ വാഴയുടെ ചുവട്ടിലിട്ട സമയത്ത് അത് വളർന്നു വന്നതാണ് കേട്ടോ. ഇതിൽ നമുക്ക് അധികം എന്താ പറയുക മധുരക്കിഴങ്ങ് കിട്ടില്ല. കാരണം നമ്മളത് തണ്ട് പൊട്ടിച്ചിട്ട് നമ്മൾ കറക്റ്റ് നട്ട് കഴിഞ്ഞാൽ അവിടുന്ന് മധുരക്കിഴങ്ങ് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇതിൻ്റെ ഒരു തണ്ട് കുത്തിയ സ്ഥലമാണ് വീണ ഒരു മെയിനായിട്ട് നമുക്ക് എന്താ അത്യാവശ്യം വണ്ണമുള്ള ഒരു വള്ളി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ മധുരക്കിഴങ്ങ് ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഞാൻ വലിച്ച് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ എന്താ പറയുക മെയിൻ്റനൻസും കാര്യങ്ങളും ഒന്നും ഇല്ല. അപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ എന്താ പറയുക മണ്ണിൽ മാന്തി നോക്കുന്നുണ്ട് ഏത് ഭാഗത്താണ് മധുരക്കിഴങ്ങ് ഉള്ളത് എന്ന്. അപ്പം കൈ കൊണ്ടൊക്കെ ഇതുപോലെ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക, പറമ്പിലാകുമ്പോൾ എന്തെങ്കിലും കടിക്കുന്ന സാധനങ്ങളോ കട്ടുറുമ്പോ ഒക്കെ ഉണ്ടാവും. അപ്പം കണ്ടോ അവിടെ ഒരു തടിച്ച വേര് പോലത്തെ കണ്ടോ, ആ ഭാഗത്തുള്ള മണ്ണ് ഇളക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മധുരക്കിഴങ്ങ് കിട്ടും കേട്ടോ. കണ്ടോ ജസ്റ്റ് അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് കാണുന്നുണ്ട് മണ്ണ് നീക്കി കൊടുക്കുമ്പം. അപ്പം ഞാൻ കത്തിയും അങ്ങനത്തെ സാധനങ്ങളൊന്നും എടുത്തില്ല, ഞാൻ നല്ല ആവേശത്തിൽ കൈ കൊണ്ട് തന്നെ മാന്തി എടുക്കുകയാണ്. അപ്പം ചെറിയൊരു കിഴങ്ങാണ് കേട്ടോ. നമ്മളത് നല്ല രീതിക്ക് നട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല വലിയ മധുരക്കിഴങ്ങുകളൊക്കെ കിട്ടും. അപ്പം ചോണിനുറുമ്പ് എങ്ങനെ കയ്യിലൂടെ ഓടിക്കളിക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ ഈ മധുരക്കിഴങ്ങിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് വയലറ്റ് കളറായിരിക്കും കേട്ടോ. 2 ടൈപ്പ് മധുരക്കിഴങ്ങ് വരുന്നുണ്ട്, ഒന്ന് ഉള്ളിൽ വെള്ള കളർ വരുന്നതും ഒന്ന് വയലറ്റ് കളർ വരുന്നതും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായിട്ടുള്ളത് വയലറ്റാണ്. വയലറ്റ് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോസ് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ടോമോ അയ്യാലും ഓടി വരും. അപ്പോൾ ഇവിടെ താഴെ ഒരു കിളിക്കൂട് വീണെടുക്കും. കിളിയുടെ അല്ല കേട്ടോ, ഇത് അണ്ണാൻ്റെ കൂടാണ് കേട്ടോ. അപ്പം മഴ പെയ്ത സമയത്ത് കഴിഞ്ഞ ദിവസം നല്ല മഴ പെയ്തിരുന്നു. ഈ തെങ്ങിൻ്റെ മുകളിൽ കൂട് വെച്ചതായിരുന്നു, അതൊക്കെ താഴെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ഥലം വൃത്തിയാക്കി എടുക്കട്ടെ. ഇവിടെ കംപ്ലീറ്റ് കണ്ടോ മരത്തിൽ നിന്ന് കംപ്ലീറ്റ് ഉണങ്ങിയ ചവലകൾ ഇങ്ങനെ വീണിട്ട്. അപ്പം ഈ ചവല വീഴുന്നതുകൊണ്ട് തന്നെ ഈ ഒരു മണ്ണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വളക്കൂറുള്ളതാണ്. ഈ ചവല ഇതിൽ അലിഞ്ഞ് ചേർന്നിട്ടേ. ഇന്നലെ മഴ പെയ്തുകൊണ്ട് തന്നെ വലിയ മണ്ണിന് ഉറപ്പില്ല, കുറച്ചൊന്ന് പൊതിർന്ന് കിടക്കുന്നുണ്ട് മണ്ണ്. അതുകൊണ്ട് എനിക്ക് കൊത്താനും എളുപ്പമായി. അങ്ങനെ ഈ ഒരു ഭാഗത്തെ മണ്ണെന്ന് വെച്ചാൽ വലിയ എന്താ കട്ട പോലെ ഉറയ്ക്കുന്ന മണ്ണല്ല. ചില ഏരിയയിലുള്ള മണ്ണൊക്കെ ഇങ്ങനെ എന്താ കല്ല് പോലെ ഉറച്ചു വരും. കാരണം നമ്മൾ ഈ മധുരക്കിഴങ്ങൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു വേര് പോയിട്ട് എന്താ പറയുക വേരോട്ടം വേണം. നമ്മൾ ഈ ക്യാരറ്റ്, സ്വീറ്റ് പൊട്ടറ്റോ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ നടുമ്പോൾ ഓവർ കട്ട പിടിക്കാത്ത എന്താ വെച്ചാൽ ഒരു തരി പോലെയുള്ള മണ്ണിൽ നടുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നന്നായിട്ട് വേരുകളൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ഈ കിഴങ്ങുകൾക്ക് നന്നായിട്ട് വളരാൻ സാധിക്കും. അപ്പം ഇവിടുത്തെ മണ്ണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മണ്ണാണ്, ഓവറായിട്ട് ഈ മണ്ണ് കട്ട പിടിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലത്ത് നട്ട് കഴിഞ്ഞാൽ മധുരക്കിഴങ്ങ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ടായി കിട്ടും. അപ്പോൾ നമ്മൾ കൂടുതൽ വളം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ ഈ ചവല വീണിട്ട് കുറേ നമ്മൾ ഈ വാരി ഒഴിവാക്കാത്തതുകൊണ്ട് തന്നെ ഈ ചവലകളൊക്കെ നന്നായിട്ട് ഈ മണ്ണിലേക്ക് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു വളവും അതിൽ തന്നെ ഉണ്ടാവും. അപ്പം ഇപ്പം ഞാൻ തൽക്കാലത്തേക്ക് വളങ്ങളൊന്നും ഇടാതെ തന്നെ ഞാൻ ജസ്റ്റ് കൊമ്പ് കുത്തി നടുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഡെയിലി ഈ മധുരക്കിഴങ്ങ് കഴിക്കുന്നതിൽ നമുക്ക് ധാരാളം ഗുണങ്ങൾ നമ്മളെ ശരീരത്തിന് കിട്ടുന്നുണ്ട്. സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഡെയിലി മധുരക്കിഴങ്ങ് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് നമ്മളെ ശരീരത്തിന്. കാരണം അതിൽ ധാരാളം എന്താ പറയുക വൈറ്റമിൻസ്, മിനറൽസ് അതുപോലെ തന്നെ ഫൈബേഴ്സ് ഒക്കെ അടങ്ങിയോണ്ട് തന്നെ നമ്മളെ ശരീരത്തിന് വളരെയധികം നല്ലതാണ്. നമ്മൾ ബോൺ സ്ട്രെങ്ത് കൂട്ടാനും അതുപോലെ തന്നെ നമ്മളെ മസിലൊന്ന് ഡെവലപ്പ് ചെയ്യാനൊക്കെ വളരെയധികം നല്ലതാണ്. ബോയ്സിനൊക്കെ ആണെങ്കിൽ ജിമ്മിൽ പോകുന്നവർക്കൊക്കെ വളരെ നല്ലൊരു കാര്യമാണ് ഈ ഒരു മധുരക്കിഴങ്ങ് കഴിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അനീമിക് ആയിട്ടുള്ളവർ, ബ്ലഡൊക്കെ കുറഞ്ഞ ആൾക്കാർ, ഗേൾസൊക്കെ ഒട്ടുമിക്ക ആൾക്കാരും ബ്ലഡ് കുറവാവാൻ ചാൻസ് കൂടുതലാണ് ഇന്നത്തെ കാലത്ത്. അപ്പോൾ നമ്മൾ അധികം ഫാസ്റ്റ് ഫുഡൊക്കെയാണ് കഴിക്കുക. അപ്പം
അപ്പം നമ്മൾ ഈ മധുരക്കിഴങ്ങ് നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ഈ അനീമിക്കായിട്ട് ബ്ലഡ് കുറഞ്ഞവർക്കൊക്കെ ആ ബ്ലഡൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കാനൊക്കെ നല്ലതാണ്. അപ്പം ബ്ലഡ് രക്തക്കുറവുള്ളവർക്കൊക്കെ അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് സ്ട്രെസ്സ് തന്നെ കുറയും, നമ്മളെ പ്രതിരോധ ശക്തി കൂടും, നമ്മളെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ നല്ല രീതിക്ക് ബൂസ്റ്റ് ചെയ്യാൻ നല്ലതാണ്. കൂടാതെ വയറുവേദന, അതുപോലെ തന്നെ വയറിലുണ്ടാകുന്ന അസിഡിറ്റി, നെഞ്ചിരിച്ചിൽ, അതുപോലെ തന്നെ എന്താ പറയുക ഈ ഡൈജഷൻ പ്രോബ്ലംസ് ഒക്കെ വരുന്നില്ലേ, നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ദഹിക്കാനുള്ള ബുദ്ധിമുട്ട്, അതൊക്കെ മാറാൻ നല്ലതാണ്. കാരണം മധുരക്കിഴങ്ങിൽ ധാരാളം ഫൈബർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലതാണ്, നമ്മളെ ഡൈജഷനൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് കണ്ടോ, ഇത് ഞാനൊരു മധുരക്കിഴങ്ങ് ജസ്റ്റ് നമുക്കൊരു വെള്ളം കിട്ടുന്ന സ്ഥലത്ത് ഞാൻ മണ്ണിൽ ഇങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഇതുപോലെ അതിൽ നിന്ന് കണ്ടില്ലേ തെഴുത്ത് മുളച്ച് പൊട്ടി മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ മധുരക്കിഴങ്ങ് നടാൻ വേണ്ടിയിട്ട് വള്ളി ഇല്ലാത്തവരാണെങ്കിൽ പേടിക്കേണ്ട, നിങ്ങൾ കടയിൽ നിന്ന് ഒരു മധുരക്കിഴങ്ങ് വാങ്ങി ജസ്റ്റ് മണ്ണിൽ ഇതുപോലെ വെച്ചിട്ട് ഇടയ്ക്കൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഇതുപോലെ മുളച്ച് വരും. അപ്പം ഇനിതാ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, നമ്മളെ മധുരക്കിഴങ്ങ് നടേണ്ട പ്ലോട്ട് സെറ്റായിട്ടുണ്ട്. അപ്പം ഞാൻ രണ്ട് സൈഡിൽ നിന്ന് മണ്ണ് ഇതുപോലെ കൊത്തി ഇളക്കി ഒരു കൂന പോലെയാണ് കേട്ടോ വെച്ചത്. അപ്പോൾ നമ്മൾ നല്ല ഇളക്കമുള്ള മണ്ണിൽ വേണം നമ്മൾ മധുരക്കിഴങ്ങിൻ്റെ വള്ളി നടാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് മധുരക്കിഴങ്ങിൻ്റെ വള്ളി പൊട്ടിച്ചെടുക്കാം കേട്ടോ നടാനുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ആ ഒരു ഏരിയയിൽ മാത്രം, ആ മണ്ണ് കൂട്ടിയ ഏരിയയിൽ മാത്രമേ ഇന്ന് നടുന്നുള്ളൂ, ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ബാക്കിയുള്ളത് ഞാൻ ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് നടാൻ പറ്റിയിട്ടില്ല, ഓരോ സൺഡേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇത്രയും നീളത്തിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ വള്ളി വെട്ടിയെടുക്കുന്ന സമയത്ത് ഞാൻ ഈ നമ്മളെ തലപ്പാണ് കേട്ടോ പൊട്ടിച്ചെടുക്കുന്നത്, തലഭാഗമാണ്. നമ്മൾ ആ വേര് എന്താ പറയുക, കുറച്ച് വേരുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ 4-5 വള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ മൺകൂനയിൽ ഇനി ഇത് പതുക്കെ ഇതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പം ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ, മണ്ണ് രണ്ട് സൈഡിൽ നിന്ന് നന്നായിട്ട് കൂട്ടി കൊടുക്കുക. അപ്പം ഈ ഒരു വിധത്തിൽ മാത്രം മണ്ണ് കൂട്ടി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതുപോലെ ആ ഒരു സ്പേസ് കണ്ടില്ലേ, ആ ഒരു സ്പേസിൽ ജസ്റ്റ് ഇതുപോലെ ഒരു ചാല് പോലെ നമ്മൾ കീറിയിട്ട് അതിലിങ്ങനെ ആ കൊമ്പ് വെച്ചതിന് ശേഷം നമുക്ക് വള്ളീൻ്റെ അറ്റം വെച്ചിട്ട് മണ്ണ് നന്നായിട്ട് ഇതുപോലെ കൂട്ടി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിപ്പോൾ അത്യാവശ്യം വളമുള്ള മണ്ണായതുകൊണ്ടാണ് ഞാൻ വളങ്ങളൊന്നും ഇടാത്തത്. അപ്പം നിങ്ങൾ നടുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾ ആ ചാല് കീറിയിട്ട് മധുരക്കിഴങ്ങിൻ്റെ വള്ളി വെച്ച് കൊടുക്കുമ്പോൾ അതിൽ കുറച്ച് ചാണകപ്പൊടി ഇട്ടിട്ട് നിങ്ങൾ നട്ടാലും മതി. അല്ലെങ്കിൽ നിങ്ങൾ മണ്ണ് കൂട്ടുന്ന സമയത്ത് അതിൽ ചാണകപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് നട്ടാലും മതി കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി വളക്കൂറുള്ള മണ്ണായതുകൊണ്ടാണ് ഞാൻ ഒരു വളങ്ങളും ഇടാത്തത്. പിന്നെ നിങ്ങൾ ഈ വള്ളി വെച്ച് പിടിപ്പിക്കുമ്പോൾ കുറച്ച് മിനിമം ഈ ഒരു ഗ്യാപ്പെങ്കിലും വെക്കണം കേട്ടോ. ഒരു വള്ളി പിടിപ്പിച്ചിട്ട് ആ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് വേണം നമ്മൾ അടുത്ത വള്ളി നടാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ആ കുത്തി വെക്കുന്ന അവിടെയാണ് മധുരക്കിഴങ്ങ് നന്നായിട്ട് ഉണ്ടായിട്ട് വരിക. അപ്പം മധുരക്കിഴങ്ങിന് വളരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പേസും കൂടി നമ്മൾ നോക്കിയിട്ട് വേണം നടാൻ വേണ്ടിയിട്ട്. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് നട്ട് കൊടുക്കാം കേട്ടോ. രണ്ട് സൈഡിലും ഞാൻ ആ വരമ്പ് പോലെ കൂട്ടേണ്ട ഒരു സൈഡിലാണ് ഞാനിത് നട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ നട്ട് കൊടുക്കണം. അപ്പം ഇതിലെന്താ പറയുക, ഇപ്പം വളം ചെയ്തില്ലെങ്കിലും ഞാനൊരു 20 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഞാൻ കുറച്ച് ചാണകത്തിൻ്റെ വെള്ളം കലക്കി ഒഴിക്കും. അപ്പം നമ്മൾ നടുന്ന സമയത്ത് പച്ച ചാണകം യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ, എപ്പോഴും ചാണകത്തിൻ്റെ ഉണങ്ങിയ പൊടി മാത്രമേ യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ വെണ്ണീർ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ ചൂടുകാലമായതുകൊണ്ട് തന്നെ വെണ്ണീർ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അത് ചൂടാണ്, വെണ്ണീറും കൂടി ഇടുന്ന സമയത്ത്. അപ്പം ചെടി കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെടി ഒന്ന് വളർന്നൊന്ന് പിടിച്ച് വന്നതിന് ശേഷം, വേരുകളൊക്കെ ഒന്ന് പിടിച്ച് സെറ്റായതിന് ശേഷമാണ് ഞാൻ വെണ്ണീർ ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പം ഞാനിത് മധുരക്കിഴങ്ങിൻ്റെ വള്ളി നട്ടിട്ട് ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ വെണ്ണീർ ഇട്ട് കൊടുക്കാറുള്ളത്. വെണ്ണീർ ഇടുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ചെടീൻ്റെ വേരിൻ്റെ ആ ഭാഗത്ത് കൊണ്ടിടരുത്. അപ്പോൾ ചെടിയിൽ നിന്ന് കുറച്ചൊന്ന് ഒരു അകലം പാലിച്ചിട്ട് കുറച്ചൊന്ന് വിട്ടിട്ട് വേണം നമ്മൾ ഈ വെണ്ണീറൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം മണ്ണിൽ എന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വെണ്ണീർ ഇട്ട് കൊടുക്കുന്നത്. മഴക്കാലത്താകുമ്പം വലിയ കുഴപ്പമില്ല നമ്മൾ വെണ്ണീർ ഇടുമ്പം. വേനൽക്കാലത്ത് ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പൊട്ടിച്ചെടുത്ത എല്ലാ വള്ളികളും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ നട്ടിട്ടുണ്ട്. അപ്പം നമ്മളെ ടോമാശാൻ ഇതാ അവിടെ നട്ട് കഴിഞ്ഞതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. മൂപ്പരാണ് മെയിൻ മേസ്തിരി, ഇവിടുത്തെ പണിയൊക്കെ എടുത്ത് റെഡിയാണോ നോക്കുമായിരിക്കും. അപ്പം ഇത് കണ്ടോ, ഇതൊരു എന്താ പറയുക, ഒരു ബുഷ് പോലെ ഉണ്ടാകുന്ന ചെടിയാണ്. അപ്പം നമ്മളിത് ബാക്ക് വശത്ത് വീടിൻ്റെ പറമ്പിൽ നട്ട സമയത്ത് അത് വലുതായിട്ട് അതിലൊരു കായൊക്കെ ഉണ്ടായിട്ടുണ്ട്, നല്ല രസമാണ്. അപ്പം ഇനി നമുക്ക് കുറച്ച് വെള്ളം നനച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ നട്ട പാടന്നെ നമുക്ക് വെള്ളം നനച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ചിലപ്പോൾ ഇന്ന് മഴ പെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്, ഒരു മഴക്കാറൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ വെള്ളം നനച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച്.
അപ്പം കൂടുതലായിട്ട് നനയ്ക്കുന്നില്ല, കുറച്ചൊന്നും നനയ്ക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പം നട്ടിട്ട് നമുക്കൊരു 3 മാസം കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിന്ന് വിളവെടുക്കാൻ പറ്റും കേട്ടോ. നമ്മളെ മധുരക്കിഴങ്ങൊക്കെ അപ്പത്തേക്ക് തന്നെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ മധുരക്കിഴങ്ങ് ഉണ്ടാക്കി കിട്ടും. വെറും 3 മാസം മതി നമുക്കിതുപോലെ മധുരക്കിഴങ്ങ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവർക്കും ഈ മധുരക്കിഴങ്ങ് കഴിക്കാൻ, മുതിർന്നവർക്കും. ഇനി ഷുഗർ ഉള്ളവരാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഷുഗറുള്ള ആൾക്കാർക്ക്, മുതിർന്നവർക്കൊക്കെ മധുരക്കിഴങ്ങ് കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വയലറ്റ് മധുരക്കിഴങ്ങ് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. ഉള്ളിൽ വെള്ളമുള്ളതിൽ കുറച്ച് കാർബോഹൈഡ്രേറ്റിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അപ്പം അത് കഴിക്കാതെ നിങ്ങൾ വയലറ്റ് ഷെയ്ഡുള്ളത് കഴിച്ചോളൂ ധൈര്യമായിട്ട്. അപ്പം മധുരം കഴിക്കാൻ പൂതിയുള്ളവരാണെങ്കിൽ സ്വീറ്റ് പൊട്ടറ്റോ ധൈര്യമായിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് ഒന്ന് സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ ഒന്ന് നട്ട് നോക്കുക. അതുപോലെ എല്ലാവരും ഡെയിലി ഫുഡിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. വളരെയധികം നല്ലതാണ്. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, ബൈ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.